ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കുറച്ച് സംശയം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയുള്ള ടോപ്പിക്കാണ് ആദ്യം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ BNSൽ ആദ്യം ഏതാണ് നോക്കേണ്ടത് എന്നുള്ളതായിരുന്നു ആ സംശയം. അപ്പോൾ ആ സംശയങ്ങളെ മുഴുവൻ ദൂരീകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതവിടെ പറഞ്ഞ പോലെ ആദ്യം BNSൽ എന്തു പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ സെഷനിലോട്ട് പോകാം. ഇവിടെ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് മെയിനായിട്ട് ആദ്യം പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക, ആദ്യാവസാനം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് സെക്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസും കൂടെ ബേസ് ചെയ്താണ് ഞാനിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ടൊരു കാര്യം. അങ്ങനെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീരീസ് പോലെ ഓരോ ടോപ്പിക്ക്, ഇപ്പോൾ BNSS ആയാലും BSA ആയാലും കേരള പോലീസ് ആക്ട് ആയാലും ഏതൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, അല്ലെങ്കിൽ നമുക്കിത് വായിച്ചുള്ളൊരു പരിചയം വെച്ച് ഇന്നതൊക്കെ വരാം. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെ പറയാം, നമുക്ക് പരീക്ഷ ഇനി ഒരുപാട് അടുത്തു. മെയ് 17 സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജൂണിൻ്റെ പരീക്ഷാ കലണ്ടറിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് CPO പ്രതീക്ഷിക്കാം എന്നേ പറയുന്നുള്ളൂ. ഉറപ്പായിട്ടും അപ്പോൾ കാണുമെന്ന് പറയുന്നില്ല. ആക്യുറേറ്റ് ആയിട്ട് PSCക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. നമുക്ക് ഏകദേശം ഊഹം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലെടുത്ത് വരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്ന സംഭവം ഇതുവരെ PSC ചോദിച്ചിട്ടില്ല. കാരണം ഇതിലിപ്പോൾ ഏറെക്കുറെ സംഭവങ്ങൾ പഴയ എസ് ഐ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം IPC വെച്ച് നടത്തിയ SIയുടെ അതേ ടോപ്പിക്കുകൾ തന്നെ നമുക്കിവിടെ CPOയ്ക്ക് റിപ്പീറ്റഡ്ലി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻസ് കുറേ സാധനങ്ങളുണ്ട്, അതൊന്ന് പഠിച്ചിരിക്കുക. 2-3 കുട്ടി, പിന്നെ വ്യാജനെ പറ്റി പറയുന്നുണ്ട് എന്താണെന്നുള്ളത്, പൊതുസേവകൻ ആരാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറച്ച് സാധനങ്ങൾ നമ്മൾ മെയിനായിട്ട് പഠിക്കണം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഇവിടെ ആക്സിഡൻറ്റ് എന്ന് പറയുന്നൊരു സാധനം നടക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ആക്സിഡൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതായത് ആക്സിഡൻറ്റ് വേറൊന്നുമല്ല, നമ്മൾ എല്ലാ സുരക്ഷയോടും കൂടി ഒരു നിയമപരമായ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു കൃത്യം കാരണം ഒരാൾക്ക് എന്ത് ചെയ്യാം, ജീവൻ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേക്കാം. അതാണ് ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മരം വെട്ടുകാരനെ സങ്കല്പിക്കുക. ഈ മരം വെട്ടുകാരൻ്റെ കയ്യിൽ എന്തുണ്ടാകും, കോടാലി അയാളുടെ ആയുധമായിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ഈ ആയുധം വെച്ച് അയാൾ എന്ത് ചെയ്യുന്നു, മരം മുറിക്കുന്നു. അത് ലീഗലി അയാൾ മരം മുറിക്കുന്നു, ഇല്ലീഗലി അല്ല. അപ്പോൾ അയാൾ സകല സന്നാഹവും ചെയ്തു. അയാൾ കോടാലി എന്ത് ചെയ്യുന്നു, വെട്ടുന്നതിന് മുമ്പ് പരിശോധിക്കുന്നുണ്ട്. അതിന് കാര്യമായി യാതൊന്നും, അതായത് അതിൻ്റെ തലയോ പിടിയോ ഒന്നും ഊരിപ്പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, അതേ മരം വെട്ടുകയാണ്. അപ്പോൾ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യുന്നു, അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ തല ചെന്ന് അതിൻ്റെ പുറകിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ തലയിൽ വീഴുകയും അയാൾ തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. ഇതൊരു ആക്സിഡൻ്റ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പറ്റിപ്പോയതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഈ മരം വെട്ടുകാരനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതാണ് ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിതാ നമ്മുടെ ഇൻഫൻസി എന്ന് പറയുന്നൊരു കാര്യം വരുന്നുണ്ട്. ഇൻഫൻസി ഉണ്ട്, ഈ പറയുന്ന നെസസിറ്റി ഉണ്ട്. നമുക്കറിയാം. ഇൻഫൻസി നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 7 മുതൽ 12 വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്നത് കുറ്റകരം. എന്താണ്, കുട്ടിക്ക് അറിവില്ലാത്ത പക്ഷം കുറ്റകരമല്ല എന്നൊക്കെ പറയുന്നതാണ്. അതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസാനിറ്റി പഠിച്ചു വെച്ചിരിക്കും. ഇൻസാനിറ്റിയാണ് നമ്മുടെ ഈ ചിത്തഭ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നിങ്ങളൊരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിത്തഭ്രമം ബാധിച്ച ആളാണ് താനെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ കുറ്റാരോപിതനായ വ്യക്തിക്കാണ്. തനിക്ക് ചിത്തഭ്രമമുണ്ടെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ഈ കുറ്റാരോപിതനാണെന്ന് കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക, കൺസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഇത് പുതിയതാണ്, കൺസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. അതായത് കൺസെൻറ്റ് പല രീതിയിലുണ്ട്. പേടിപ്പിച്ച് സമ്മതം വാങ്ങിക്കുക, സമ്മതം വാങ്ങിച്ചുകൊണ്ടൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അവിടെ മരണം സംഭവിച്ചതെന്നാണ്. അങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അവിടെ ഇത് നമുക്ക് നോക്കാം. പിന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് പഠിക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഈ പ്രൈവറ്റ് ഡിഫൻസ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പ്രൈവറ്റ് ഡിഫൻസ് ഉറപ്പായിട്ടും പഠിക്കണം. കാരണം മുമ്പ് IPCയിൽ പറയും, പ്രൈവറ്റ് ഡിഫൻസ് ഒരു വ്യക്തിക്ക് എങ്ങനെ കൊടുത്തിരുന്നു എന്ന് ചോദിച്ചാൽ അത് 99-ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് അനുവദിച്ചിട്ട് കിട്ടും എന്നുള്ള സത്യം എന്ത് ചെയ്യുക, എൻ്റെ കൂട്ടുകാർ മനസ്സിലാക്കുക. അത് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറൽ എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം, വ്യക്തമായി പഠിച്ചിരിക്കണം. അതിൻ്റെ ആ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിച്ചിരിക്കണം.
പിന്നെ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPOയ്ക്കായാലും SIക്കായാലും ഒരുപോലെ ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. ഇതൊക്കെ മുമ്പ് ഈ പറഞ്ഞ റേപ്പ്, പിന്നെ ബാക്കിയുള്ള ഗ്യാങ് റേപ്പ് പോലുള്ള അതിൻ്റെ റിപ്പീറ്റഡ് ഒഫൻസ് ഒക്കെ നമുക്ക് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിലാണ് IPCയിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ വന്നിട്ടുണ്ട് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന പ്രത്യേക ഒരു ചാപ്റ്റർ വന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കാം. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൂടുതലായിട്ട് ഡിസ്റോബിങ് ചോദിച്ചിട്ടുണ്ട്, വോയറിസം ചോദിച്ചിട്ടുണ്ട്, ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ, ഡൗറി ഡെത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. മെയിനായിട്ട് പണ്ട് 354D സ്റ്റോക്കിംഗ് ഒക്കെ ചോദിച്ചിട്ടുള്ള പോലെ. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ മറ്റൊരു സംഭവം നോക്കുമ്പോൾ എന്താണ്, ഇവിടെ പിന്നെ മെയിൻലി ഇവിടെ ഗ്യാങ് റേപ്പ് അത് ചോദിച്ചിട്ടില്ല, പക്ഷേ റേപ്പ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സെക്ഷൻ മാത്രം IPCയിൽ 376 ചോദിച്ചിട്ടുണ്ട്. അത് 2019 നോട്ടിഫിക്കേഷൻ നമ്മുടെ 2022 നടന്ന ആ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ്, ക്രൂവൽറ്റി ബൈ റിലേറ്റീവ്സ് നിങ്ങളിത് പഠിക്കണം. പിന്നെ ഇവിടെ നിങ്ങൾ പുതുതായിട്ട് നോക്കേണ്ട കാര്യമാണ് മോക്ക് മാരേജ് ബൈഗമി, അതായത് സെക്ഷൻ 81 82 പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ എന്താണ്, ഈ 69 കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ 69 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ന്യൂസിൻ്റെ റെലവൻസി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വ്യക്തമായിട്ട് പഠിച്ചു പോയി. ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞ പ്രലോഭനം ഉണ്ടാകുന്നത് എന്നുള്ള എന്ത് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ 69 എന്ന് പറയുന്ന സെക്ഷൻ്റെ റെലവൻസി മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ റീസെൻറ്റ് ന്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ന്യൂസുകൾ ഇതുമായിട്ട് സംബന്ധിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ അതുപോലെ കോസിങ് മിസ്കാരേജ് ഓൾറെഡി നമുക്ക് ചോദിക്കാറുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഇപ്പം സ്ത്രീയുടെ സമ്മതത്തോടുകൂടി, സ്ത്രീയുടെ സമ്മതമില്ലാതെ, പിന്നെ സ്ത്രീക്ക് സമ്മതമുണ്ടെങ്കിലും എപ്പോഴും ചെയ്യാൻ പാടില്ല, പിന്നെ മരണം സംഭവിപ്പിക്കുന്നതോട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കണം. കാരണം തട്ടിക്കൊണ്ട് പോയി കല്യാണത്തിന് പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന സെക്ഷനാണ്. അത് വുമണുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റെലവൻ്റ് ആണ്. 1-2 കേസസ് വന്നിരുന്നു. അപ്പം ശരിക്കും ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് പ്രത്യേകിച്ച് BNS പോലുള്ള നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ന്യൂസിൻ്റെ റെലവൻസി എടുക്കണം അല്ലേ. ഇപ്പം നമ്മളൊരു മർഡർ കേസ് കേൾക്കുന്നു, അപ്പം മർഡറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വരാം. ഇപ്പോൾ നമ്മൾ കേസ് ഇപ്പോൾ മുഴുവനായിട്ട് നമുക്ക് കാണാം, എങ്ങനെയാണ് അതിന് പ്ലാനിങ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മർഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മർഡർ കുറച്ച് നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പം നമ്മുടെ ഇപ്പം PSC ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നടന്ന പരീക്ഷകളൊക്കെ നോക്കുമ്പോൾ, അതായത് PSC കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ച പരീക്ഷകളാണ് നമ്മുടെ 2023 IRB, 2023 3 ഘട്ടമായി നടന്ന പോലീസ്, 2024 നടന്ന 2 ഘട്ടത്തിലുള്ള പോലീസ്. ഇനി വരാൻ പോകുന്ന 2025 പോലീസിലും സമാനമായി സംഭവിക്കാൻ പോകുന്നത് ന്യൂസ് റെലവൻസി ഉള്ളത്, അതായത് എന്തൊക്കെയാണ് റെലവൻ്റ് ആയിട്ട് എന്ത് സംഭവിക്കാം അതിനെ പറ്റിയായിരിക്കും എന്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കേസുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നന്നായിട്ടൊന്ന് പത്രം വായിക്കുന്നത്. ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്കും ഈ സംഭവം. നമ്മൾ ഒരുപാട് കേസുകളെ പറ്റി, അതായത് ഭാവിയിൽ നിങ്ങൾ സർവീസിൽ കയറിയാൽ പോലും നിങ്ങൾ ഈ നിയമങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ ട്രെയിനിങ് ക്യാമ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ പെർഫോം ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ ലോക്കലൊക്കെ വില്ലിങ് എടുത്ത് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ഒരുപാട് കേസസ് ഇതുമായിട്ട് സംബന്ധിച്ച് കാണേണ്ടി കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഈ നിയമത്തിനെ പറ്റി നേരത്തെ ഒരു അവബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ക്യാച്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഈ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, സ്വത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കളവ്, കവർച്ച, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ കളവും കവർച്ചയൊക്കെ ചോദിക്കും. പക്ഷെ നമുക്കിവിടെ തെഫ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് ഏതൊരു നമ്മളെ സ്ഥാവര ജംഗമം എന്ന് പറയുന്നത് നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി മാത്രമാണ് നമുക്ക് തെഫ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഫിക്സ്ഡ് പ്രോപ്പർട്ടീസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തെഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരം ഒരു പറമ്പിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആ മരം പറമ്പിൽ നിൽക്കുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കളവ് മുതലാക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ഒരു തടിയെങ്കിലും മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തായി, അത് തടി മുറിച്ച്, അതായത് നമ്മൾ ആ ഒരു ഭൂമിയിൽ നിന്ന് ഇതിനെ വേർപെടുത്തി താഴെ വീഴുമ്പോൾ തന്നെ എന്തായി മാറി, അത് കവർച്ച, നമ്മളെ ഈ കളവ്, നമ്മുടെ തെഫ്റ്റായി മാറി എന്ത് ചെയ്യുക, ആലോചിക്കുക. അപ്പോൾ അത് പഠിക്കണം. പിന്നെ സ്നാച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എക്സ്റ്റോർഷൻ പഠിക്കണം, ഉറപ്പായിട്ട് പഠിക്കണം. റോബറി പഠിക്കണം, ഡെക്കോയിറ്റി. പിന്നെ
ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, സ്വത്തിൻ്റെ കുറ്റകരമായ ദുർവിനിയോഗം. കഴിഞ്ഞ 2-3 പരീക്ഷകൾ നിങ്ങൾ IPCയുടെ ഭാഗം എടുക്കുമ്പോൾ ഇത് കാണാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് മീനു എന്ന യുവതി, പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് സീനു എന്ന്, ഞാൻ പേര് ചുമ്മാ പറയുന്നത്, സി എന്ന വ്യക്തിക്ക് ബി എന്ന വ്യക്തി സൂക്ഷിക്കാനായിട്ടൊരു സാധനം കൊടുക്കുന്നു. ഈ സംഭവം എന്ത് ചെയ്യുന്നു, മറ്റേ ആൾ സി എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഇതിനെ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു, പണയം വെക്കുന്നു. എന്ത് ചെയ്താലും അത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പിന്നെ എന്താണ് പ്രോപ്പർട്ടിയാണ്. അതോടൊപ്പം തന്നെ അതൊരിക്കലും എന്തായിട്ട് മാറില്ല, തെഫ്റ്റായിട്ട് മാറില്ല. അതെന്ത് ചെയ്യുക, അത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കളവ് മുതലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കളവ് മുതൽ, അപ്പോൾ കളവ് മുതൽ എങ്ങനെയാണെന്ന്, പിന്നെ അതുപോലെ തന്നെ ചീറ്റിങ് പഠിക്കാം നമുക്ക്. ചീറ്റിംഗ് ബൈ ആൾമാറാട്ടം വഴിയുള്ള പറ്റികയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ അതാ ഇവിടെ നോക്കിയാണ് നമ്മൾ ട്രസ്പാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ട്രസ്പാസ് അതായത് കടന്നുകയറ്റം അല്ലെ ഭവനവേദന 330 നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പഠിക്കുക. പിന്നെ ഈ മിസ്ചീഫ് അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ, പക്ഷേ ഈ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ്, ആ തെഫ്റ്റ് എന്താണ്, തെഫ്റ്റും റോബറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ തെഫ്റ്റ് റോബറി ആയിട്ട് മാറാം, എന്താണ് ഡെക്കോയിറ്റി, എന്താണ് ഡെക്കോയിറ്റി വിത്ത് മർഡർ, ഡെക്കോയിറ്റി വിത്ത് മർഡർ ചെയ്യുമ്പോൾ ശിക്ഷകൾ എന്തൊക്കെയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ആ ശിക്ഷ എത്ര പേർക്കാണ് കിട്ടുക, കുറ്റം ചെയ്ത ആളിന് മാത്രമാണോ കിട്ടുന്നത്, കളവ് ചെയ്യുമ്പോൾ അത് പിന്നെ വെയർ ഹൗസിലുള്ള കളവും ഉണ്ട്. ഒരുപാട് ഇപ്പോൾ തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് മോഷണം ചെയ്താൽ എങ്ങനെയാണ്, ഒരു സ്ഥാപനത്തിനെ മോഷണം ചെയ്താൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. പിന്നെ ദ്രോഹവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, മിസ്ചീഫ് എന്ന് പറയുന്നത് ദ്രോഹമാണ്. ദ്രോഹം നമ്മൾ ഒരു ആരാധനാലയം കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടെ അടിച്ചു തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു വീട് പിന്നെ എന്താണ് ദ്രോഹം ചെയ്യുക, അല്ലെങ്കിൽ ഒരു അനിമലിന് എന്താണ് ഒരു പരിക്കേൽപ്പിച്ചുകൊണ്ട് കർഷകന് ദ്രോഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ശിക്ഷകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ IPC കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സെക്ഷൻ്റെ എന്താണ് നമ്പർ ഇല്ല എന്ന് പറഞ്ഞൊരു സിലബസാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്താണ് സെക്ഷൻ്റെ നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ സെക്ഷൻ നമ്പർ ഉൾപ്പെടെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് നമുക്കറിയാം ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ്, അതാണ് ഞാൻ കുറച്ച് ബാക്കിലോട്ട് ഇതിനെ ഇട്ടത്. ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണിത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മർഡറും കൽപ്പബിൾ ഹോമിസൈഡും പിന്നെ നമ്മുടെ അറ്റംപ്റ്റ് ടു കൽപ്പബിൾ ഹോമിസൈഡ്, അറ്റംപ്റ്റ് ടു മർഡർ, ഇതെല്ലാ കാര്യങ്ങളും, ഹേർട്ട്, ഗ്രീവിയസ് ഹർട്ട്, പിന്നെ എന്താണ് വോളണ്ടറിലി കോസിങ്, പിന്നെ ഗ്രീവിയസ് ഹർട്ട്, വോളണ്ടറിലി കോസിങ് ഹർട്ട്, അതിൻ്റെ പണിഷ്മെൻറ്റ്, വോളണ്ടറിലി കോസിങ് ബൈ മീൻസ് ഓഫ് ആസിഡ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതെല്ലാം വ്യക്തമാണ്. വോളണ്ടറിലി കോസിങ്, പിന്നെ വിഷം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കും ആ കാര്യങ്ങളല്ല. അവിടെ നിങ്ങൾ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, കൽപ്പബിൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ള വ്യത്യാസം മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. കൽപ്പബിൾ ഹോമിസൈഡും മർഡറും, അതായത് കുറ്റകരമായ നരഹത്യയും പിന്നെ കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യണം, നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടേ പോവാവൂ. പിന്നെ നോക്കേണ്ടത് എന്താണ്, ആൾമാറാട്ടം നിങ്ങൾക്ക് അറിയാം, പക്ഷേ അതിൻ്റെ സെക്ഷൻ പഠിച്ചു വെച്ചോ. പിന്നെ മെയിൻലി പിന്നെ ഒരു കുറ്റവാളി, ഇപ്പം നമുക്കത് വേറെ റീസെൻ്റ്ലി ഒരു കേസുണ്ട്, എന്താണ് ഒരു ജീവപര്യന്തം നടന്ന് ശിക്ഷിച്ച കുറ്റവാളി പുറത്തിറങ്ങിയിട്ട് വീണ്ടും കൊലപാതകം ചെയ്താൽ അയാൾക്ക് മരണശിക്ഷ കിട്ടണമെന്നുള്ളത്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് കൊലപാതക ശ്രമം എങ്ങനെയാണെന്ന് പഠിക്കുക. പിന്നെ അറ്റംപ്റ്റ് ഇത് രണ്ടും സിമ്പിൾ ആണ് സാധനം, ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ ഓർഗനൈസ്ഡ് ക്രൈം എന്താണ്, പ്രിറ്റി ഓർഗനൈസ്ഡ് ക്രൈം, ടെററിസ്റ്റ് ആക്ട് 113 ഭീകരവാദം, എന്തൊക്കെ ഭീകരവാദത്തിൽ വരാം, എന്തൊക്കെ ഒരാളെ നമ്മൾ പിന്നെ തെറ്റായ രീതിയിൽ ഒരു നാടിനെ പറ്റി തെറ്റായ പ്രചാരം നടത്തിയാൽ പോലും അത് ഭീകരവാദത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളെ 114 ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ഇല്ല എന്നാണ് പറയുന്നത്. മുമ്പൊക്കെ സ്റ്റേഷൻ ജാമ്യം കിട്ടും, അടിപിടിക്കൊക്കെ സ്റ്റേഷൻ ജാമ്യം, ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ഇല്ല. അതുകൊണ്ട് ആലോചിക്കണം, സ്റ്റേഷൻ ജാമ്യം BNS പ്രകാരം മിക്കവാറും എടുത്ത് കളയുന്ന ഒരു സാധനമായിരിക്കും. സ്റ്റേഷൻ ജാമ്യം ഇപ്പോൾ പല കേസിനും, അത് നിസ്സാരമെന്ന് IPC പറഞ്ഞിരുന്ന പല കേസുകൾക്കും എന്തില്ല, സ്റ്റേഷൻ ജാമ്യം ഇല്ല, റിമാൻഡ് തന്നെ പോകും. അതും കൂടെ എന്ത് കൃത്യമായിട്ടൊന്ന് ആലോചിക്കുക. പിന്നെ ഹർട്ട്, ഗ്രീവിയസ് ഹർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഹർട്ട് ബൈ മീൻസ്, അതായത് ഒരു എന്താണ് ഇപ്പം കത്തി കൊണ്ടോ അല്ലെങ്കിൽ വടി കൊണ്ടോ ഒരാളെ ഹേർട്ട് ചെയ്യുക, ബൈ മീൻസ് ഒരു ആയുധം കൊണ്ട് നമ്മൾ ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാനായിട്ട് അയാൾക്കൊരു ഹേർട്ട് ഉണ്ടാക്കുക, അത് നമ്മൾ നോക്കണം. അങ്ങനെയുള്ള പിന്നെ കുറ്റസമ്മതം വാങ്ങിച്ചെടുക്കാനായിട്ട് ഒരു ഹേർട്ട് കൊടുക്കുന്നത്, അങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യപ്പെടുന്നു. പിന്നെ ആസിഡ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ, ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചേ പറ്റൂ. പിന്നെ ആക്ട്സ് എൻഡേഞ്ചറിങ് ലൈഫ് ഫോർ സെക്യൂരിറ്റി, ഓക്കെ, അതായത് നമ്മളെ അപകടം സാധ്യത കൂടുതലുള്ള സാധനങ്ങൾ ചെയ്യുക, അതായത് ഉദാഹരണത്തിന് സാഹസികമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് വഴി മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാക്കുന്നൊരു പ്രവൃത്തി. ഉദാഹരണം പറഞ്ഞാൽ ഒരു മതിൽ വിചാരിക്കുക, നിങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ A എന്ന് പറയുന്ന വ്യക്തി
തൻ്റെ പറമ്പിനകത്ത് കിടക്കുന്ന വലിയൊരു കല്ലിനെ മതിലിലൂടെ എടുത്ത് അപ്പുറത്തേക്ക് എറിയുന്നു. ഇൻ കേസ് ആ ഒരു കല്ല് താഴെ വന്ന ഒരാളുടെ തലയിൽ വീണ അയാൾക്ക് മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ ക്ഷതമേക്കാം എന്നുള്ള അറിവോട് കൂടി, ഇനിയിപ്പോൾ അറിവില്ല, അത് എന്താണ് ആക്ട് ബൈ നെഗ്ലിജൻസ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. കാരണം അവിടെ ഈ പറയുന്ന പോലെ അവൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, അതായത് ഉപേക്ഷയാൽ ചെയ്യുന്ന കാര്യം, ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതെന്താവും, അതൊരു ക്രൈമായിട്ട് മാറും എന്നുള്ളത് ആലോചിക്കാം. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് അറിയാം നമ്മുടെ തടസ്സപ്പെടുത്തുക, തടഞ്ഞു വയ്ക്കുക, തെറ്റായ തടസ്സപ്പെടുത്തൽ, തെറ്റായ തടഞ്ഞു വയ്ക്കൽ എന്തൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ കിഡ്നാപ്പിംഗ് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് ക്രിമിനൽ ഫോഴ്സ്, എന്താണ് അസോൾട്ട്, ഇത്ര എങ്ങനെയാണ് അസോൾട്ട് എന്ന് പറയുമ്പം ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല, വെർബൽ അസോൾട്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പുതിയ നിയമമാണ്, വെർബൽ അസോൾട്ട് അടങ്ങിയിട്ടുണ്ട്. അതും കൂടെ കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കി. പിന്നെ അബ്ഡക്ഷൻ, ഓക്കെ, അതുവരെ ചോദിച്ചിട്ടില്ല. ട്രാഫിക്കിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ട്രാഫിക്കിംഗ് ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചോ. പിന്നെ അൺലോഫുൾ കമ്പൽസറി വർക്ക്, അതായത് വേറൊന്നുമല്ല, ഒരാളെ തെറ്റായ രീതിയിൽ പണിയെടുപ്പിക്കുക, അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. പിന്നെ ഹാബിച്വൽ ഡീലിങ്സ് ഇൻ സ്ലേവ്സ്, ഇതിപ്പം അങ്ങനെ കാണാറില്ല, പക്ഷെ നമ്മൾ ഇന്ത്യയുടെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇമാതിരി ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇനി ആ റെലവൻസി വെച്ച് ചോദിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല, വായിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് പറയാനുള്ള വായിച്ച് വെച്ചിരിക്കുക. അപ്പം മെയിനായിട്ട് ഈ ഒരു ഭാഗം എത്തുമ്പം കട്ട് ചെയ്യണം. അടുത്ത ഭാഗം ബാച്ചിൻ്റെ പ്രൊമോഷനാണ്. ഓക്കെ, അപ്പം ഈ ഭാഗത്ത് വെച്ച് ഞാൻ കട്ട് ചെയ്യാണ്, അടുത്ത ഭാഗത്ത് ബാച്ചിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് കട്ട്, തൊട്ട് നമുക്ക് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ബാക്കി എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന അടുത്തോട്ട് പോവാം. അതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ CPO, WCPO എന്ന കോഴ്സുകൾക്ക് വേണ്ടി കോഡ് യൂണിഫോം 2025 എന്ന് പറയാൻ നമുക്കൊരു ഫുൾ ബാച്ച് ഉണ്ട്. പക്ഷെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാച്ചിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓൾറെഡി നമ്മുടെ മാറിയ നിയമങ്ങളായിട്ടുള്ള BNS, BNSS, BSA എന്നീ 3 നിയമങ്ങളും അതിൻ്റെ ബെയറാക്ട് വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും, ആ പരീക്ഷയിൽ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു 15+ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. PSC ഏതൊക്കെ രീതിയിൽ ഇല്ലസ്ട്രേഷൻസ് മാറ്റി ചോദിച്ചാലും ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒട്ടുമേ പതറില്ല. നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിൻ്റെ ഭാഗമാകാൻ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരാം. നിങ്ങളെ നിരാശപ്പെടുത്താത്ത ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും പിന്നെ ബൈജു സാറും ഒക്കെ ചേർന്ന് ഈ രീതിയിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടും വൈകാതെ, പരീക്ഷയ്ക്ക് ഇനി സമയമില്ല, അതോടൊപ്പം തന്നെ പുതിയ നിയമമാണ്, നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു റിസ്ക് എടുത്തിട്ടുണ്ട്. എന്താണ്, ഈ പരീക്ഷയ്ക്ക് പഠിക്കാമെന്നൊരു റിസ്ക്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കാമെന്നൊരു റിസ്ക് നിങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റൊരു തരത്തിലുള്ള റിസ്ക് നിങ്ങൾ എടുക്കാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കില്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ഒട്ടും പാഴാക്കാതെ, ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസവും പാഴാക്കാതെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ വന്ന് കൃത്യമായിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിച്ച് 15 മാർക്കിന് മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റും. ഈ ബാച്ചിൻ്റെ ഭാഗമാകാനായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, നേരെ അടുത്തിലോട്ട് പോവാം. അടുത്തതായിട്ട് പറയാനുള്ളത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത് പുതിയൊരു സംഭവമാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പറയാനാണെങ്കിൽ അനാവശ്യമായി കൂട്ടം കൂടുക, അൺലോഫുൾ അസംബ്ലി. എന്താണ് അൺലോഫുൾ അസംബ്ലി, എങ്ങനെയൊക്കെ കൂടിയാലാണ് അൺലോഫുൾ അസംബ്ലി എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോക്കാം. പിന്നെ റയട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് റയട്ടിങ് എന്ന് പറയുമ്പോൾ റയട്ടിങ് കൃത്യമായിട്ട് പഠിക്കണം. അഫ്രേ അത് പഠിക്കണം. പിന്നെ എന്താണ്, മെയിൻലി നിങ്ങൾ ഈ സാധനം, അതായത് പ്രൊമോട്ടിങ് എനിമിറ്റി ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്, അതായത് മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയപരമായിട്ടോ ഒക്കെ ഉള്ള അടിയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ട്, അങ്ങനെ ആ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 196. അത് വ്യക്തമായിട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ മെയിൻലി അത് നമ്മുടെ രാഷ്ട്രത്തിന്
രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഒഫൻസസ് ഓർ ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്. ഓക്കെ, നമ്മൾ പബ്ലിക് സർവൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതായത് പബ്ലിക് സർവൻറ്റ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, റൂള് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക. പിന്നെ വിക്ടിം ട്രീറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കുറ്റകൃത്യത്തിനിരയായ ആൾക്കാർക്ക് മാന്യമായ പരിഗണന കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറയില്ല. കാരണം ചിലപ്പം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്തോ 5, 6 അല്ലെങ്കിൽ 3, 4 സെക്ഷനൊക്കെ അവർ ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇത് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ബേസിക് കോൺസെപ്റ്റ് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കുറേ സമയമുണ്ട്, പക്ഷേ ഒരുപാട് സമയമില്ല. അതാണ് പറയുന്നത്. സമയമുണ്ട്, എന്നാൽ ഒരുപാട് സമയമില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. PSC എന്തായാലും അവരുടെ മുറയ്ക്ക് അവർ പറഞ്ഞ തീയതിയിൽ അല്ലെങ്കിൽ ആ ടൈമിൽ പരീക്ഷ നടത്തും. ഇത്രയും വലിയ സിലബസ് നമ്മുടെ മുമ്പിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിത് സ്മാർട്ടായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുക, ഈ സാധനം പഠിക്കുക കേട്ടോ. പേഴ്സണേറ്റിംഗ് പബ്ലിക് സർവൻറ്റ് ആയിട്ട് നടിക്കുക. വായിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ ഈ പറയുന്ന പോലെ വെയറിങ്, പിന്നെ എന്താണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം SIയുടെ ആൾമാരുടെ SIയുടെ സ്റ്റാറൊക്കെ വെച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ നോക്കി വെച്ചിരിക്കുക, പഠിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാനായിട്ട് ഈ നോൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിക്ടിമാണ് മെയിൻലി ഉള്ളത്. അത് ഇരയെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത്. അതിപ്പോൾ ആരായാലും ശരിയാണ്, അതും തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ എടാ, അപ്പം കട്ട് ചെയ്യുന്നതിലുള്ള പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. അടുത്ത താങ്ക് യു ആണെന്നുള്ളത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ ഇവിടെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ താങ്ക് യുയിലോട്ട് കൊണ്ട് ഫുള്ളി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ കട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെയിം സ്ലൈഡിൽ നിന്നായിരിക്കും. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് വീഡിയോ നോക്കിയിട്ട് അതൊന്ന് എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അതിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അതും നന്നായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ അവബോധം ഉണ്ടാക്കി വായിച്ച് ജസ്റ്റ് ഒന്ന് നോളജ് ചെയ്ത് വെക്കുക. പക്ഷേ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല വ്യക്തമായിട്ട് പഠിക്കുക. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ആശ്രയിക്കേണ്ടതില്ല, കാരണം ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അതൊക്കെ ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. ഇൻ കേസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം. സ്പെഷ്യൽ ടോപ്പിക് ആദ്യമായിട്ട് CPOയുടെ ഒക്കെ പരീക്ഷ WCPO ഒക്കെ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് വെച്ചിരിക്കുക. ആ വായന നിങ്ങൾക്ക് ഉപകാരപ്പെടും. സ്പെഷ്യൽ ടോപ്പിക് ഈ രീതിയിലായിരിക്കാം ചോദിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും എക്സാക്ട് സാധനം ചോദിക്കില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. പുതിയ നിയമമാണ്, മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ BNSുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നത്. ഇനി BNSSുമായിട്ടുള്ള വീഡിയോ വരും, BSIയുമായിട്ടുള്ള വീഡിയോ വരും. ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി എങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്രാക്ക് ചെയ്യാമെന്നുള്ള കാര്യം. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ ബാച്ചിൻ്റെ ഭാഗമാകുന്ന കാര്യം പരിഗണിക്കുക. മാക്സിമം എല്ലാവരും ബാച്ചിൻ്റെ ഭാഗമാവുക. എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു മടിയും വിചാരിക്കരുത്. നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്കുകൾ കരസ്ഥമാക്കുക. ഈ പരീക്ഷ കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്കുള്ള കൂട്ടുകാരെന്ത് ചെയ്യുക, ഫിസിക്കൽ നേരത്തെ നോക്കുക. ഫിസിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. കാരണം ഫിസിക്കൽ കിട്ടാതെ 70-80 മാർക്ക് വാങ്ങിച്ചിട്ട് ഈ പരീക്ഷയിൽ നിന്ന് പുറത്തായി പോയ ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കലിന് കാര്യമായ പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നടന്നു കാണില്ല. ചിലപ്പോൾ ഫിസിക്കലി ചെയ്യാൻ നോക്കി എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശരീരവും മനസ്സും സൂക്ഷിക്കുക. അപകടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുക. മാനസികപരമായിട്ട് നിങ്ങൾ പരിക്കേൽക്കാൻ പാടില്ല, ശാരീരികപരമായിട്ടും പരിക്കേൽക്കാൻ പാടില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു പഠനകാലം നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.